ഇവിടേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകൾ അടക്കമുണ്ട്. അത് പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ്. ആ പ്രവാസികളുള്ള ജില്ലയിൽ അത്രയും വിമാനങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള വിമാനം റദ്ദ് ചെയ്തതോടെ പല കുടുംബങ്ങളിലും ആശങ്ക ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും ഔദ്യോഗിക വൃത്തങ്ങളും ഒക്കെ നൽകുന്നത്. പ്രത്യേകിച്ച് ആളുകൾ താമസ മേഖലയ്ക്ക് വലിയ തോതിൽ ആക്രമണം നടക്കാത്തതൊക്കെ തന്നെ വലിയ പ്രതീക്ഷയായി അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പ്രവാസികൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സുജിയ. ഓക്കെ, താങ്ക് യു അഷ്കർ അലി കരിമ്പ. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് അഷ്കർ അലി കരിമ്പയിലേക്ക്. ഇതാണ് കരിപ്പൂരിലെ നിലവിലെ സാഹചര്യം. അപ്പോൾ യാത്രയ്ക്കായി തയ്യാറെടുത്ത് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. വിമാന സർവീസുകൾ, അത് ഇനിയുള്ള ക്രമീകരണം എങ്ങനെയാണ് എന്നതൊക്കെ നമ്മൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൃത്യമായ വാർത്തകൾ അറിയാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ യൂട്യൂബിലും നമുക്കൊപ്പം ഇപ്പോൾ തുടരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 10,000-ലധികം പേർ നമ്മളെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ബിഗ് ടിവിയിലേക്ക് സ്വാഗതം. നമ്മൾ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള യുദ്ധസമാന സാഹചര്യം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. ദൃശ്യ പുതിയടത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ദൃശ്യ പുതിയടത്ത് തിരുവനന്തപുരത്തെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ കരിപ്പൂരിലെ സാഹചര്യമാണ് കണ്ടതെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ, ആ ഒരു ചാർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകം 30-ലധികം സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനങ്ങളിൽ എത്തുന്നതിനായി ആളുകൾ ഒക്കെ തയ്യാറെടുത്തിട്ടുണ്ടാകും. കൃത്യമായ അറിയിപ്പുകളൊക്കെ അവർക്ക് നൽകിയിരുന്നു. എന്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ? ദൃശ്യ. സുജയ, തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു കാഴ്ച. കാരണം ഒരുപാട് ആളുകൾ ഈ സമയത്തൊക്കെ തന്നെ ഒരുപാട് ആളുകൾ എത്തേണ്ട ഒരു വിമാനത്താവളമാണ്. തിരുവനന്തപുരത്തെ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് അടക്കം ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു പ്രധാന വിമാനത്താവളമാണ്. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആളൊഴിഞ്ഞ സ്ഥലം. അത്രയും ആളുകളില്ലാതെ ഒരാൾ പോലും ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് സുജയ. പക്ഷെ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതായത് കമ്പനികളൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ നേരത്തെ തന്നെ ആളുകൾക്ക് ഇമെയിൽ വഴിയും മറ്റുമൊക്കെ ഫോൺ കോളിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവരെ ആളുകളിലേക്ക് എത്തിക്കാനും ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ക്യാൻസലേഷൻ അടക്കമുള്ള വിവരങ്ങൾ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വരെ നിലവിൽ 37 വിമാന സർവീസുകളാണ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്, റദ്ദാക്കിയിട്ടുള്ളത് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത്